നമ്മിലെ തോട്ട് ബ്ലോക്ക്, ലൈഫ് സ്റ്റക്ക് എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവും. ഒരു സന്ദർഭം അല്ലെങ്കിൽ മറ്റൊരു സന്ദർഭത്തിൽ അല്ലെങ്കിൽ കുറേ കാലത്തേക്ക് പ്രതിസന്ധി തടസ്സമായിട്ട് നിൽക്കുന്നു. അപ്പോൾ നമ്മിലെ അമിഗ്ദല ഇൻ ഫയർ എന്നാണ് പറയുന്നത്. അഗ്നി പോലെ, അഗ്നിയിലകപ്പെട്ട, അഗ്നിയുടെ പിടിയിലായതുപോലെ ആണ് നമ്മുടെ ബ്രെയിനിൽ അമിഗ്ദല. അമിഗ്ദല എന്ന് പറഞ്ഞ റീജിയൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്രെയിനിൻ്റെ ഏരിയ ആണ്. അല്ലെങ്കിൽ നമ്മുടെ ഫ്രീസ് എന്നൊരവസ്ഥയാണ്, മരവിച്ചൊരവസ്ഥ, ഫ്രോസൺ എന്നൊരവസ്ഥ. ഇതെല്ലാവരുടെയും ജീവിതത്തിൽ പല സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ അന്നേരം ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്നൊരു സിൻഡ്രോം നമ്മിൽ ഉടലെടുക്കും. ഒന്നുകിൽ നമ്മളിത് തരണം ചെയ്യും അല്ലെങ്കിൽ ഒളിച്ചോടും, അല്ലെങ്കിൽ നമ്മൾ വളരെ നമ്പായിട്ട് ഇതിനടിമപ്പെട്ട് നമ്മുടെ ലൈഫ് സ്പോയിൽ ആയിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം, നമ്മിലൂടെ ഇപ്പോൾ സ്റ്റക്കാക്കി വച്ചിരിക്കുന്ന, തടസ്സപ്പെടുത്തി നിർത്തിയിരിക്കുന്നതായിട്ടുള്ള വിഷയം നമ്മുടെ ജീവിതത്തിനൊരു ഗുണപാഠമാണ് എന്ന തിരിച്ചറിവിലൂടെ നമ്മുടെ ഇത്തരം പ്രതിസന്ധി കാലഘട്ടത്തിലൂടെ നാം കടന്നു പോവുകയാണെങ്കിൽ നമുക്ക് പുതിയ ഐഡിയാസ് കണ്ടെത്താനും എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് അതിജീവിക്കാൻ നാം പ്രാപ്തരാവുകയും ചെയ്യുന്നു എന്നാണ് പഠനം. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ബ്രെയിനിൽ അതിന് അനുയോജ്യമാകുന്നതിനുള്ള കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യും. ബ്രെയിനിൻ്റെ എല്ലാം ഓരോ ഏരിയാസ് ആണല്ലോ. അപ്പോൾ നമ്മുടെ വൈകാരികമായിട്ടുള്ള ലിംബിക് ഏരിയ ഓഫ് ദ ബ്രെയിൻ, ഇതെല്ലാം കണക്റ്റഡ് അല്ലേ. ഇവിടെ ഒരു കഥയുണ്ട്. ഒരു കാട്ടിൽ സുഹൃത്തുക്കളായി, കുഞ്ഞുനാൾ മുതൽ തന്നെ സുഹൃത്തുക്കളായിരുന്ന ഒരു കരടിയും ഒരു കുറുക്കനും ഒരു തത്തമ്മയും. അങ്ങനെ ഒരു നാൾ ഒരു തോന്നൽ അവർക്കുണ്ടായി, ഇവരിൽ ആരാണ് ഏറ്റവും മെച്ചപ്പെട്ട ജീവിതം, അല്ലെങ്കിൽ അവരുടെ ഇതുവരെയുള്ള ജീവിതത്തിൽ ബെറ്ററായിട്ട്, നല്ലതായിട്ട്, അല്ലെങ്കിൽ ഉത്തമമായിട്ട് കരുതുന്നു. ഇതായിരുന്നു അവർ ചർച്ച ചെയ്തത്. അപ്പോൾ അങ്ങനെ അവരൊരു ആൽവൃക്ഷ ചുവട്ടിൽ ആണ് ഇരുന്ന് ചർച്ച ചെയ്തത്. അന്നേരം കുഞ്ഞു പ്രായം മുതലേ ഇവർ കളിക്കൂട്ടുകാരാണല്ലോ. കരടി പറഞ്ഞു, എൻ്റെ കുഞ്ഞു പ്രായം മുതൽ ഞാൻ ഓർക്കുന്നത്, ഈ ആൽവൃക്ഷത്തിൽ എനിക്ക് എൻ്റെ മുതുകോ മറ്റോ ചൊറിച്ചിലുണ്ടായാൽ ഞാൻ ഈ ആൽവൃക്ഷത്തിലേക്ക് ഉരച്ചാണ് എൻ്റെ ചൊറിച്ചിൽ മാറ്റിയിരുന്നത്. ഇത്രയും വളരെ മ്ലേച്ഛമായ ഒരു കാര്യമായിരുന്നു കരടി പറഞ്ഞത്. അപ്പോൾ കുറുക്കൻ പറഞ്ഞു, തൻ്റെ വീട്ടിൽ നിന്ന് കിട്ടുന്ന മറ്റ് ജീവജാലങ്ങൾ, മാതാപിതാക്കൾ അയാളുടെ കൊടുത്തയക്കുന്നതായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഈ മരച്ചുവട്ടിലിരുന്ന് കഴിക്കും. അപ്പോൾ അയാൾ അങ്ങനെ പറഞ്ഞു. പക്ഷേ തത്തമ്മ പറഞ്ഞു, തൻ്റെ പാരമ്പര്യം പല സ്ഥലങ്ങളിലും ഇന്ന് കൊണ്ടുവരുന്ന വിത്ത് പലയിടത്തും പാകുകയും അതെല്ലാം ഇന്ന് വലിയ മരങ്ങളാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ആൽവൃക്ഷം തന്നെയും തൻ്റെ മുതുമുത്തച്ഛന്മാർ നിക്ഷേപിച്ച വിത്തിൻ്റെ ഫലമാണ് ഈ ആൽവൃക്ഷം. അപ്പോൾ തീർച്ചയായിട്ടും വിവേകമുള്ള ഈ മൂവർ പറഞ്ഞു, തത്തമ്മ തന്നെയാണ് ഉത്തമം. പാരമ്പര്യം കൊണ്ടും ഉത്തമമായിട്ടുള്ള, മാതൃകയാകുന്നത്, പ്രയോജനമാകുന്നത്, മനുഷ്യർക്ക് ഗുണപാഠം. ഇതാണ് ഈ കഥയുടെ പൊരുൾ. അപ്പോൾ ഈ പൊരുൾ നമുക്ക് NLP എന്ന് പറയും, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്. അത് നമ്മൾ ചെയ്യുന്നുണ്ട്. ഞാൻ കൊല്ലം ഐത്തിലെ മെഡിറ്റേൺ ഹോസ്പിറ്റലിലെ സൈക്കോളജിസ്റ്റാണ്. നമുക്ക് സ്വന്തമായിട്ടും മുഖത്തലയിൽ NP സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ട്. NLP ഒക്കെ നമ്മുടെ വിഷയമാണ്. NLP ആൻഡ് ഹിപ്നോസിസ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ന്യൂറോളജിക്കലായിട്ടുള്ള എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ,
നമ്മിലെ ന്യൂറോട്ടിക് ആയിട്ടുള്ള ചില ടെൻഡൻസീസ് ഉപേക്ഷിക്കാനും ചിലതൊക്കെ അതിജീവിക്കാനും സേഫായിട്ട് സാധിക്കുന്നതായിട്ടുള്ള സിമ്പിൾ മോഡാലിറ്റീസ് സിസ്റ്റംസ് ആണ് NLP, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്. അപ്പോൾ അതിന് നമ്മൾ സർട്ടൻ അഫർമേഷൻസ് ഉപയോഗിക്കുന്നുണ്ട്. വിഷ്വലൈസേഷൻസ്, ഗൈഡഡ് ഇമേജറി ഒക്കെ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ഗുണം കിട്ടും. വരിക. ഞാൻ സൈക്കോളജിസ്റ്റ് നാഗരാജ്, നിങ്ങളുടെ സുഹൃത്തും വഴികാട്ടിയുമാണ്. പ്രയോജനപ്പെടുത്തൂ. 9605743596 ആണ് എൻ്റെ നമ്പർ. വിളിക്കുക, വരിക. വെൽക്കം. അതുകൊണ്ട് ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ അറച്ചു നിൽക്കാതെ നമുക്ക് എങ്ങനെയും അതിജീവിക്കുക തന്നെ വേണം. അപ്പോൾ അതിൻ്റെ തോട്ട് സ്റ്റക്കാക്കി നിർത്തിയിട്ട് കാര്യമില്ല. വരിക, വെൽക്കം.